പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷിന്റെ റെസിപ്പി ആയിട്ടാട്ടോ. നമ്മൾ നോമ്പ് കാലത്തൊക്കെ റവ തരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അതേമാതിരി തന്നെ നോമ്പ് കാലത്തിൽ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഈ എറണാകുളം ഭാഗത്തൊക്കെ മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. പഴവും കടലൊക്കെ ചേർത്ത് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് വളരെ ഹെൽത്തിയാണ്. പഞ്ചസാര കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അഭിപ്രായം കമന്റ് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഒരു ലൈക്ക് അടിച്ചേക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 പേർക്കൊക്കെ സെർവ് ചെയ്യാവുന്ന ഒരു ചെറിയ അളവിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂടുതലെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ടീ കപ്പിൽ 1 കപ്പ് കടലെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മെഷർമെൻറ്റ് കപ്പ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പിന് താഴെയായിട്ടുണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 3 ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ച് ഓവർനൈറ്റ് കുതിരാനായിട്ട് വെക്കാം. കടല നന്നായിട്ട് കുതിർന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തൊണ്ട തെറ്റിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ കടല വെള്ളത്തിലിട്ടിട്ട് 10-12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടലെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ കടല വെള്ളത്തിലിട്ട് വെക്കുന്ന സമയത്ത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊണ്ടിട്ട് നമുക്ക് തൊണ്ട തെറ്റിച്ചെടുക്കാം. കടലയുടെ തൊണ്ടും പരിപ്പും വേർതിരിച്ചെടുക്കാനായിട്ട് ഓരോ കടലെടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തെറ്റിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പരിപ്പും തൊണ്ടും വേറെ ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിവിടെ കംപ്ലീറ്റ് കടലയും പരിപ്പ് വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുക്കാം. അതിലേക്ക് നമ്മൾ തെറ്റിച്ച് വെച്ച പരിപ്പ് ഇട്ടെടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷാണ്, എങ്കിലും ഇതിലേക്ക് ചെറിയൊരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഇട്ടെടുക്കാം. ഉപ്പ് കൂടി പോകരുത്. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം. നമ്മുടെ പരിപ്പൊന്ന് മുങ്ങി കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മതിയാവും കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമുക്ക് ജസ്റ്റ് പരിപ്പൊന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്കൊരു ഏത്തപ്പഴമാണ്. ഇത് നന്നായിട്ട് പഴുത്ത പഴം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. എൻ്റെ അത്ര അങ്ങോട്ട് പഴുത്ത പഴമല്ല, അതുകൊണ്ട് തന്നെ ഇത് ഉടയ്ക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ പഴം ഒന്ന് നമുക്ക് പൊഴിഞ്ഞെടുക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊഴിഞ്ഞെടുക്കാം. എന്നില്ലെങ്കിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊഴിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ സ്റ്റീമറിൽ വെച്ചിട്ട് പൊഴിഞ്ഞെടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു പഴമല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുക്കിൻ്റെ കണയിൽ വെച്ചിട്ടൊന്ന് പൊഴിഞ്ഞെടുക്കണം. പരിപ്പ് നന്നായിട്ട് അങ്ങ് കലങ്ങി പോവാതെ ജസ്റ്റ് ഒന്ന് കടിക്കാനൊക്കെ ഉള്ള രീതിയിൽ വേവിച്ചെടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ 3 വിസിലാണ് പരിപ്പ് വേവിക്കുന്നത്. അതുപോലെ 5 മിനിറ്റ് പഴം ഒന്ന് പൊഴിഞ്ഞെടുക്കും. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന രീതിയിൽ ഒരു 2-3-4 ടേബിൾ സ്പൂൺ പൊടി നമുക്ക് വാട്ടിയെടുക്കണം. പൊടി വാട്ടിയെടുക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുഞ്ഞു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 പിഞ്ച് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടി പോകരുത് കേട്ടോ. പൊടിയിൽ ഉപ്പ് താഴ്ന്ന് നിൽക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം അളന്നെടുത്ത് സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസോളം പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ആട്ടത്. പിന്നെ പൊടിയുടെയും വെള്ളത്തിൻ്റെയൊക്കെ റേഷ്യോ ഓരോ പൊടി അനുസരിച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവും. അത് നിങ്ങളുടെ പൊടി അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പരമാവധി നമുക്ക് കൈ തൊടാൻ കഴിയുന്ന ചൂടിന് തന്നെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. കുഴക്കുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി വെച്ചെടുക്കാം. നമ്മൾ പൊടി വാട്ടുന്ന സമയത്ത് വെള്ളത്തിൻ്റെ പൊടിയുടെയും റേഷ്യോ കറക്റ്റ് ആയിരിക്കുകയും അതുപോലെ പരമാവധി ചൂടിന് തന്നെ നമ്മൾ കുഴച്ചെടുക്കുകയും ചെയ്താലാണ് നമുക്ക് നമ്മുടെ ഡോ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ പൊടി വാട്ടുന്ന സെയിം രീതി തന്നെ നമ്മൾ കുഴച്ചെടുത്ത മാവ് പരമാവധി ചെറിയ ബോളുകളാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ചെറിയൊരു ബോളാക്കിയ ശേഷം മോളിൽ നിന്ന് അടിയിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഷേപ്പ് കിട്ടും. നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഷേപ്പ് ആക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബോൾസ് ആക്കി ഇട്ടാൽ മതി. എല്ലാവരും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ബോൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടി പിടിക്കാതിരിക്കാനും അതുപോലെ നമ്മുടെ ഡിഷിലേക്ക് നല്ലൊരു തിക്നെസ്സിനും വേണ്ടി ഇത് സഹായിക്കും. ഇവിടെ ഇടുന്ന ഈ അരിപ്പൊടിയുടെ അളവനുസരിച്ചിരിക്കും നമ്മുടെ റെസിപ്പിയുടെ വൈറ്റ്നെസ്സും നല്ലൊരു തിക്നെസ്സും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരുപാട് അങ്ങ് കൂടി പോയിട്ടുണ്ടെങ്കിൽ റെസിപ്പി വല്ലാതെ അങ്ങ് തിക്കായി പോകും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതിൽ നിന്നും പാലെടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്നതനുസരിച്ച് നമ്മുടെ റെസിപ്പി കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഈ തേങ്ങ ഒരു വലിയ കപ്പിൽ 2 വലിയ കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് അരച്ച് പിഴിഞ്ഞെടുക്കുക. വീണ്ടും 1 കപ്പും കൂടി വെള്ളം ഒഴിച്ച് 2ാം പാലായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കുക. 1ാം പാലും 2ാം പാലും സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 2 പാലും ഒരു പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും ഈ തേങ്ങാപ്പാലിൽ കിടന്ന് 5 മിനിറ്റെങ്കിലും തിളച്ചൊന്ന് വറ്റണം. പറ്റിയൊരു കുറുക്കിൻ്റെ പരിവാവണം. അപ്പോൾ അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് തീരുമാനിക്കാം. നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ച ബോൾസിൽ നിങ്ങൾ അരിപ്പൊടി കൂടുതലായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം കൂട്ടി കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കുറുകി പോകും. നിങ്ങൾ കണ്ടതാണ്, ഞാൻ പൊടി തീരെ കുറച്ചെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വെള്ളം ഇപ്പോൾ എനിക്ക് 2 കപ്പ് മതിയാവും. ഇപ്പോൾ ഞാനിവിടെ കംപ്ലീറ്റ് തേങ്ങാപ്പാലും പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ സമയത്തിനിടയിൽ നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ പാകത്തിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒടിഞ്ഞു പോകുന്നുണ്ട്. ഇനി പരിപ്പ് വെന്ത് പോയെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കൂടി വെള്ളം അധികം വേണ്ടി വരും.
അതുപോലെ നമ്മുടെ പഴവും ഇവിടെ കുക്കായിരിപ്പുണ്ട്. അതിൻ്റെ തൊണ്ടും ഉള്ളിലെ കായ വേണമെങ്കിൽ നിങ്ങൾക്ക് കളയാം കേട്ടോ. ഞാൻ ഉള്ളിലെ കായൊന്നും കളഞ്ഞില്ല, അങ്ങനെ തന്നെ ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത പഴം എടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടതാണ്. ഇനി നിങ്ങൾ കുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് പഴം ഉടച്ചതും പരിപ്പ് വേവിച്ചതൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാപ്പാലിൽ നിന്ന് പകുതി ഭാഗം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. എല്ലാം ചേർത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പച്ചവെള്ളം തന്നെയാണെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ വന്നിട്ടില്ല, നിങ്ങൾ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിക്കണം. തിക്നെസ് പാകമായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കണം. ഇത് നമുക്ക് ചൂടാറി കഴിയുമ്പോൾ കുറുക്കിൻ്റെ തിക്നെസ്സിലാണ് വേണ്ടത്. അപ്പോൾ ഫ്ലെയിം ഇച്ചിരി ലൂസ് ആയിരിക്കുന്ന സമയത്ത്, കുറുക്കിൻ്റെ ഒരു തിക്നെസ്സിലും കുറച്ചും കൂടി ലൂസ് ആയിരിക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത് അടുപ്പത്തിട്ടിട്ട് എങ്ങോട്ടും പോയേക്കരുത് കേട്ടോ, അടി പിടിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കി കൊടുത്തോണ്ടിരിക്കാം. നമുക്ക് പായസത്തിനൊക്കെ ഇറക്കി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ഇനി കുറച്ചൊന്ന് ചൂടാറിയ ശേഷം ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റിയും ഇച്ചിരി കൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കൊന്ന് താളിച്ച് വയ്ക്കാം. ഇത് 2 രീതിയിൽ താളിച്ച് വയ്ക്കാം കേട്ടോ. ഒന്നില്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചെടുക്കുക. നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ചെറിയുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടെടുത്ത് നല്ലൊരു ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് താളിച്ച് വയ്ക്കാം. ഇനി ചുവന്നുള്ള ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കശുവണ്ടി പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കുക. മുന്തിരി നിങ്ങളുടെ ബ്ലാക്കോ വൈറ്റോ ഏതാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. മുന്തിരി നന്നായിട്ട് പൊളിച്ച് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ഇതുപോലെ വെള്ളം എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. അതൊന്ന് കടിക്കാനും പിന്നെ ഭംഗിക്കൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസമൊക്കെ ഇഷ്ടമില്ലാത്തവർക്കും ഇഷ്ടമാവാൻ സാധ്യതയുള്ള ഒരു റെസിപ്പിയാണത്. എന്തായാലും ആ പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ഉച്ചക്ക് വൈകിട്ട് എപ്പോൾ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് ഡിഷാണത്. അതുപോലെ കംപ്ലീറ്റ് ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസിനുള്ള പോരായ്മകളും കമൻറ്റ് വഴി എന്നെ അറിയിക്കാം. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.